എന്ന് പറഞ്ഞാൽ മലയാറ്റൂരാണ് പോയത്. തീർത്ഥാടന യാത്രയായിരുന്നു. അപ്പം വരുന്ന വഴിക്ക് നമ്മൾ കോടനാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആന വളർത്തുന്നൊരു കേന്ദ്രത്തിൽ വന്നാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ കയറി വരുന്നിടത്ത് ഡിയർ പാർക്കാണ്. മാനുകൾ എന്നെ അഴിച്ചു വിട്ട് വളർത്തുന്ന ഒരു ഇതാണ്. നമുക്കത് ആദ്യം കാണാം. കഴിഞ്ഞ ആനയുടെ കുളിയും ആനയുടെ വളർത്തുന്ന സ്ഥലങ്ങളും ഒക്കെ കാണാം. നല്ലൊരു ആംബിയൻസ് ആയിട്ടുള്ള ഓടകളൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കുന്ന നല്ലൊരു വീടുകളും ഒരുപാട് ശലഭങ്ങളുള്ളൊരു കേന്ദ്രമാണിത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒത്തിരി ബോർഡുകളുണ്ടെങ്കിൽ ഇതാണ് ഡിയർ പാർക്ക്. നിങ്ങൾ മലയാറ്റൂരൊക്കെ തീർത്ഥാടനം വരുന്നവരാണ്, അങ്കമാലിയൊക്കെ വരുന്നവരാണെങ്കിൽ വളരെ അടുത്താണ്. ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്നതാണ് കോടനാട് എന്ന് പറഞ്ഞ ഈ ആന വളർത്ത് കേന്ദ്രം. ഈ ആന വളർത്ത് കേന്ദ്രത്തിൽ മാനുകളെ വളർത്തുന്ന ഒരു സെപ്പറേറ്റ് ഏരിയ തന്നെയുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം കയറി വരുന്നത് കാണുന്നത്. നമുക്ക് ഇത്രമാത്രം കാണാൻ പറ്റുമെന്നറിയില്ല. ഞങ്ങൾ എല്ലാവരും ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഞങ്ങൾ ദൂരെ ഒരു ഷെഡിൽ ഒത്തിരി മാനുകളുണ്ട്. കൂടെ വന്ന ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത് ജെറാൾഡ് നമ്മൾ 5 പേരെ ടീമായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള മനു, പേര് പറഞ്ഞു, ഷിജോ, മനു, ജെറാൾഡ്, എല്ലാവരും ഫോട്ടോ സെഷനാണ്. ഒത്തിരി സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. കണ്ടോ, സാമ്പാർ ഡിയർ എന്ന് പറഞ്ഞൊരു ഇതാണ്. നമ്മുടെ നാട്ടിലെ മലാൻ എന്നറിയപ്പെടുന്ന, മലയാള ഭാഷയിൽ പറഞ്ഞാൽ മലാൻ എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്നത്. പുള്ളിയൊന്നുമില്ലാത്ത കുറച്ച് വലിപ്പം കൂടിയ ഒരു വെറൈറ്റിയാണ് ഈ മാൻ. നമ്മളിപ്പോൾ ആദ്യം കണ്ടതിന് പുള്ളിയുള്ള ഇതാണത്, അടിയർ. ഇതിന് ഒരു എന്നാ പറയുന്നത്, ഒരു ഡാർക്ക് കളറോട് കൂടിയിട്ടുള്ള ഒരു വലിപ്പമുള്ളതാണ്. ഏകദേശം 320 കിലോ 220 കിലോ വരെ ഈ ഡിയറിന് തൂക്കം പറ്റും. നമ്മൾ ആദ്യം കണ്ടതിന് 85 കിലോ ആണ് വരുന്നത് മിനിമം. ഒരേ സമയത്ത് 5 പേർക്ക് കയറാൻ പറ്റുള്ളൂ. 5 പേര് കയറുന്നത്. അത്യാധുനിക സജ്ജീകരണങ്ങളോട് തയ്യാറാക്കിയ ഏറുമാടമാണ്. ഏറുമാടം കുഴപ്പമില്ല, സൂപ്പർ. അപ്പോൾ അങ്ങനെ കോടനാട് ആന വളർത്ത് കേന്ദ്രത്തിലെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ബ്ലോഗുമായിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ബൈ.